സുഗന്ധം നിറഞ്ഞ റോസാ പുഷ്പമാണ് പരിശുദ്ധ മറിയം. അവളോട് ചേർന്നിരിക്കുന്നവരിൽ സ്വർഗസുഗന്ധം പൂവിടും. എല്ലാ മരിയ ഭക്തർക്കും മാതൃപാതയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, ഓ മെയ് മാസപ്പൂവേ എൻ സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ, തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ, ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും, സുവിശേഷ കതിരൊളികൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് അടുത്ത് ചേർന്നിരിക്കുന്നവർക്കൊക്കെ അമ്മ കൊടുക്കുന്നത് ഒരു ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവിനെ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് സകല വിശുദ്ധരുടെ ജീവചരിത്രം നോക്കുമ്പോഴും പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട ആരുടെ സംഭവങ്ങൾ എടുത്താലും അവർ ആത്മനിയന്ത്രണത്തിൻ്റെ മക്കളായിട്ട് മാറാറുണ്ട്. ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പരിക്ക്. സൈക്കോളജിസ്റ്റുകളൊക്കെ പറയാറുണ്ട്, മനുഷ്യന് അവനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മനുഷ്യനിങ്ങനെ ഈ ഒരു ഭാരതീയ പാരമ്പര്യങ്ങളൊക്കെ പറയുന്നത് കുരങ്ങച്ചാരെ പോലെയാണ് പറയുന്നത്. ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ഇങ്ങനെ ചാടിപ്പോകുന്ന ഒരു കുരങ്ങനെ പോലെയാണ് മനുഷ്യൻ്റെ മനസ്സ് എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ ഭാരതീയ പാരമ്പര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഈ രണ്ട് മേഖലകൾ അങ്ങനെ നിൽക്കുമ്പോഴും ആത്മനിയന്ത്രണം ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യനാണ് നീയെങ്കിൽ നിനക്ക് ആത്മനിയന്ത്രണത്തിൻ്റെ താക്കോല് നൽകുന്നവളാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എങ്ങനെയാണ്, ശിഷ്യന്മാർക്ക് ആത്മനിയന്ത്രണം പോയ സന്ദർഭങ്ങളായിരുന്നു മുഴുവൻ. അതുകൊണ്ടാണ് അവരിങ്ങനെ ഭയങ്കര അസ്വസ്ഥരായത്. ഈശോയുടെ മരണശേഷം ദേ ആർ ഡിസ്റ്റർബ്ഡ് പീപ്പിൾ, അത്രയും അസ്വസ്ഥരായിരുന്നു. ആ സമയത്താണ് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു തീരുമാനം ഉണ്ടായത്, ഈ മക്കളുടെ ആത്മനിയന്ത്രണം വീണ്ടെടുക്കണം. ആത്മനിയന്ത്രണം വീണ്ടെടുക്കാനായിട്ടാണ് പരിശുദ്ധ അമ്മ ഓടിപ്പോയി അവരുടെ കൂടെ നിന്ന് ആത്മനിയന്ത്രണത്തിൻ്റെ താക്കോല് ഇവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. മുഴുവൻ വിശുദ്ധരും അതിനുശേഷമാണ്. പത്രോസ്ലീഹ ഇങ്ങനെ എടുത്തുചാട്ടക്കാരനായിരുന്നു. നമുക്കറിയാം, പത്രോസ്ലീഹയാണ് ആ കൂട്ടത്തിൽ ഇത്രയൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത്, സ്നേഹത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പറയുന്ന വ്യക്തിയുടെ ചെവി ഇങ്ങനെ അരിഞ്ഞു മാറ്റണം. നീ ആരടാ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആത്മനിയന്ത്രണവും ഇല്ലാതെ ഈശോയെ കൊല്ലാൻ വന്നിരുന്ന ആ പടയാളിനെ വാളൂരി വെട്ടണത് പത്രോസ്ലീഹയാണ്. അപ്പം ആ സമയത്താണ് ഈശോ സ്നേഹത്തോടുകൂടെ ചേർത്ത് പിടിച്ചിട്ട് പത്രോസിനോട് പറയണത്, മോനെ വാൾ ഉറയിലിട്, ആത്മനിയന്ത്രണത്തോടെ ജീവിക്കണം. അതിനുശേഷം ഈശോ ഇങ്ങനെ ആ ചെവി വെച്ച് പിടിപ്പിച്ചതിൻ്റെ പാരമ്പര്യം നമുക്കറിയാം. ഈശോയുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രത്യേകത, ഒരു ടെൻഷൻ്റെ സമയത്തും ഒരു പ്രഷറിൻ്റെ സമയത്തും ആ പ്രഷറൊന്നും ഈശോയെ ബാധിച്ചിരുന്നില്ല. കാരണം പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അസ്വസ്ഥനാകാനോ ആത്മനിയന്ത്രണം നഷ്ടപ്പെടാനോ നീ നോക്കരുത്. പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെയുള്ള എത്ര സാധ്യതകളുണ്ടായിരുന്നു, സാഹചര്യങ്ങളുണ്ടായിരുന്നു. മോനെയും കൊണ്ട് അവിടെ പോകണം, ഈജിപ്തിലേക്ക് പോകണം, നസ്രത്തിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് പൊട്ടിത്തെറിക്കായിരുന്നു. ഇപ്പോൾ നമ്മളൊക്കെ പറയില്ലേ, എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ പ്രഷർ പോവും. ഇപ്പോൾ ഞാൻ ഈ മോൻ്റെ അടുത്ത് പറയുന്നത്, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചില കാര്യങ്ങൾ അത് സമയത്ത് എത്തിയില്ലെങ്കിൽ വി ആർ സോ ഡിസ്റ്റർബ്ഡ്, നമ്മളിങ്ങനെ ആത്മനിയന്ത്രണമൊക്കെ നഷ്ടപ്പെട്ടിട്ട് അത് ഞാൻ ചെയ്തത് അവസാനിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഹെറിബറി ആവും. പക്ഷെ പരിശുദ്ധ അമ്മ പറയാണ്, നാസറത്തിലേക്ക് പോകണോ, പൊയ്ക്കോളാമേ. ജെറുസലേമിലേക്ക് പോകണോ, പൊയ്ക്കോളാമേ. ആരെ കാണണമോ അവിടേക്കൊക്കെ പോകാം എന്ന് പറയുന്ന മനസ്സ് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ആത്മനിയന്ത്രണത്തോടെ ജീവിക്കാനാണ്. സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ തന്ന ഒരു
ആത്മനിയന്ത്രണവും ആത്മസന്തോഷവും ഉണ്ട്. ആരൊക്കെ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വരുന്നു? അമ്മയ്ക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ നിങ്ങളോട് ഈ 31 ദിവസം അച്ഛന് പറയാനുള്ളത് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വരണം എന്നാണ്. പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വന്നാൽ കിട്ടുന്ന കാര്യങ്ങളിൽ കുറേ അധികം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ 31 ദിനരാത്രങ്ങളിലും. അതില് പരിശുദ്ധ അമ്മ എനിക്ക് തന്ന, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് ചേർന്നിരിക്കുമ്പോൾ തന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം കൊണ്ട് ആത്മീയ സന്തോഷത്തിലേക്ക് നമ്മളെ വളർത്തും. അതിന് ഏറ്റവും നല്ല സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എൻ്റെ ആത്മനിയന്ത്രണം പോണ ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഞങ്ങള് അച്ഛൻ്റെ ഇടവകയിൽ നിന്ന് 50 പേര് കൂടിയിട്ട് കാറ്റാടിമലയ്ക്ക് ദേവസഹായം പിള്ളേനെ കാണാൻ പോവാം. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പൊ തിരിച്ചു വരുമ്പോൾ സ്നേഹമുള്ളവരെ 86 വയസ്സുള്ള അമ്മമാരൊക്കെ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. തിരിച്ചു വരുമ്പോൾ 1.5 മണിക്കൂർ ബസ് ലേറ്റായി എന്ന് പറഞ്ഞ ഒരു ബ്ലോക്കിൽ പെട്ട് അവിടെ പാലം ഇടിഞ്ഞു പൊളിഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് യാത്ര തടസ്സമായി. ബസ് 1 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് അവിടെ എത്തിയാലാണ് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടുള്ളൂ. പിന്നെ അല്ലെങ്കിൽ അന്ന് രാത്രി ഇനി ട്രെയിനില്ല, പിറ്റത്തെ ദിവസം രാവിലെയാണ് ട്രെയിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു സാധ്യതയില്ല. എൻ്റെ അടുത്ത് ഡ്രൈവർ പറഞ്ഞു, അച്ഛാ നമ്മൾ എങ്ങനെ ഓടിച്ചെത്തിയാലും തിരുവനന്തപുരത്തേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റില്ല. 3-4 വലിയ ബ്ലോക്കുകളുണ്ട്, 3-4 സിഗ്നലുകളുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ എത്താനുള്ള ഒരു സാധ്യതയില്ല. 1 മണിക്കൂർ കൊണ്ട് പറന്നാൽ പോലും നമ്മൾ അവിടെ എത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, വേറെ ഏതെങ്കിലും വാഹനങ്ങൾ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രെയിൻ അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഈ ഡ്രൈവർ ഇങ്ങനെ കൈയൊഴിയാണ്. ഞാൻ ഈ 50 അമ്മമാരെയും പിടിച്ചിട്ട് എന്ത് ചെയ്യുന്ന എനിക്ക് അറിയുന്നില്ല. അതും 80-86 വയസ്സുള്ള അമ്മമാര്, ഇവർ പ്രായമുള്ളവര്, മരുന്ന് കഴിക്കുന്നവരൊക്കെയാണ്. ഇവര് രാത്രി ഈ പറയുന്ന ട്രെയിനിൽ നിർത്തിയിട്ട് വേണം രാവിലെ ആകുമ്പോൾ ഞങ്ങൾക്ക് പള്ളിയിലെത്തി അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ. സത്യം പറഞ്ഞാൽ സ്നേഹമുള്ളവരെ, എൻ്റെ ആത്മനിയന്ത്രണം മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യുന്ന അറിയണില്ല. വല്ലാത്തൊരു പ്രഷർ. എനിക്ക് തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ യൂത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര ടെൻഷനില്ല. ഇത്രയും പ്രായമുള്ള അമ്മമാരെ എങ്ങനെ ഒരു രാത്രി മുഴുവൻ ആ റെയിൽവേ സ്റ്റേഷനിൽ തനിച്ചിരുത്തും എന്നുള്ള ചിന്ത എൻ്റെ ജീവിതത്തിന് ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്താണ്. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യുന്ന അറിയില്ല. ഞാൻ പുറകിലിരിക്കണേ. പക്ഷെ ഉടനെ ഫോൺ അവിടെ വെച്ചിട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത് അമ്മയുടെ ജപമാല കയ്യിൽ പിടിച്ച് മുന്നിൽ പോയിരുന്നു കഴിഞ്ഞ് കുറച്ചു നേരം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, മോനെ ശാന്തമായേ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ എൻ്റെ മകൻ നിന്റെ കൂടെയുണ്ട്. നീ ആത്മനിയന്ത്രണത്തോടുകൂടെ ജപമാല ചൊല്ലാൻ തുടങ്ങ്. ആത്മനിയന്ത്രണത്തോടുകൂടെ ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ ആത്മീയ ആനന്ദം നൽകി നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു പറഞ്ഞ് സ്നേഹമുള്ളവരെ, ഞാൻ ഈ 1 മണിക്കൂറിന് മുമ്പ് മുതൽ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് എത്തില്ല എന്ന് ഉറപ്പായ സംഭവം അവിടെ നിന്ന് അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. എൻ്റെ ഫോണിലുള്ള ഈ ബൈബിളിലെ വചനങ്ങളെടുത്ത്, തടസ്സങ്ങൾ മാറ്റുന്ന വചനങ്ങൾ എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ മുമ്പിൽ അത്ഭുതം കണ്ട എന്താ നിങ്ങളോട് പറയട്ടെ. ആ സമയത്ത് ഡ്രൈവറിൻ്റെ തൊട്ടടുത്തിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ജപമാല ചൊല്ലി ഈ വാഹനത്തെ ക്രമീകരിക്കാൻ തുടങ്ങിയിട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ആത്മനിയന്ത്രണത്തിൻ്റെ വഴി തുറന്നു തന്ന് ആത്മസന്തോഷത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നെ ഞാൻ കാണുന്നത് ഈ ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവം ഇല്ല. നിങ്ങൾ അടിച്ചു നോക്കി തിരുവനന്തപുരത്ത് നിന്ന് ഈ 1 മണിക്കൂർ ജേണിയുടെ സമയം 49 മിനിറ്റ് ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഈ സിഗ്നൽ പോലും കാണാനില്ല. 8:50 ട്രെയിൻ. 8:45 ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളുടെ അവസാനത്തെ അമ്മ, 86 വയസ്സുള്ള ഞങ്ങളുടെ അമ്മ അതിൽ കയറി കഴിഞ്ഞപ്പോൾ ട്രെയിൻ ഇങ്ങനെ നീങ്ങിപ്പോവാ. ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയാണ്, മോനെ നീ ജപമാല ചൊല്ലി അമ്മയെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ നിന്റെ മുമ്പിലെ പ്രതിബന്ധങ്ങൾ മാറ്റുന്ന, ആത്മനിയന്ത്രണം നിനക്ക് നൽകുന്ന, നിന്റെ ജീവിതത്തിൽ ആത്മസന്തോഷം നൽകുന്ന അമ്മയായിട്ട് കൂടെ നിൽക്കും. സ്നേഹമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങണം. അമ്മയുടെ മാധ്യസ്ഥം എടുത്ത് നീ പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലുമ്പോൾ വിലയേറിയ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു പക്ഷെ വിലയില്ലാത്ത ജീവിതമാവും, പച്ചവെള്ളം പോലെയുള്ള ജീവിതമാവും. പക്ഷേ നീ അമ്മയോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങുന്ന രാത്രി മുതൽ ആത്മാവിൻ്റെ സന്തോഷം നീ അനുഭവിക്കും. ആമേൻ. സംഭവം: അൽഫോൺസസ് റാറ്റിസ്ബൻ യഹൂദ മതത്തിലാണ് ജനിച്ചത്. യാദൃശ്ചികമായി റോം സന്ദർശിച്ച അവസരത്തിൽ തീക്ഷ്ണമതിയായ ബറ്റൂൻ തെയോഡർ ദെബൂസാറുമായി പരിചയപ്പെടാനിടയായി. തമ്മിൽ പിരിയുമ്പോൾ ഹസ്തദാനം ചെയ്തുകൊണ്ട് പരിശുദ്ധ കന്യകയുടെ രൂപം ഉൾക്കൊള്ളുന്ന ഒരു മെഡൽ കൊടുത്തു. അത് ധരിക്കുവാൻ അദ്ദേഹം റാറ്റിസ്ബനോട് ആവശ്യപ്പെട്ടു. ആദ്യം വിസമ്മതം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. എനിക്ക് അതിൽ വിശ്വാസമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ പറഞ്ഞു, വിശ്വാസമില്ലെങ്കിൽ ധരിക്കുന്നത് കൊണ്ട് യാതൊരു ഉപദ്രവവുമില്ല. വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ധരിക്കുവാൻ ആവശ്യപ്പെടുന്നത്.
കുറഞ്ഞ പക്ഷം എന്നോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം ധരിക്കുക. വിസമ്മതം ഭീരുത്വമായി കരുതേക്കാമെന്ന് കരുതി ആ രൂപം ധരിച്ചു. അടുത്ത ദിവസം തെയോഡറിൻ്റെ ആത്മസുഹൃത്തായ ലൈഫേറോണസ് മരിച്ചു. തെയോഡർ റാറ്റിസ്ബനോട് സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹം ഈശോ സഭക്കാരുടെ ദേവാലയത്തിൽ തെയോഡറും ഒരുമിച്ചു പോയി. റാറ്റിസ്ബൻ ദേവാലയത്തിൽ പ്രവേശിച്ച ഉടനെ പാരന്ത്രികമായ ഒരു അനുഭവമാണ് ഉണ്ടായത്. ധരിച്ചിരുന്ന രൂപത്തിൻ്റെ ഛായയിൽ പരിശുദ്ധ കന്യക അദ്ദേഹത്തിന് പ്രത്യക്ഷമായി. അദ്ദേഹം അധികം താമസിയാതെ കത്തോലിക്ക സഭയെ സമാശ്ലേഷിച്ച് ഒരു ഈശോ സഭക്കാരുടെ വൈദികനായി. മരണാന്തരം ശവകുടീരത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ഓ മറിയമേ, അങ്ങയുടെ മഹത്വകരമായ സ്നേഹം എനിക്ക് കാണിച്ചു തന്നതുപോലെ മറ്റുള്ളവരെയും കാണിക്കണമേ. പ്രാർത്ഥന. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമലോദ്ഭവ കന്യകയെ, സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ നിന്നെ എൻ്റെ രാജ്ഞിയും മാതാവുമായി ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പതിച്ചു കൊള്ളാമെന്നും വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജ്ഞാനസ്നാന വ്രതങ്ങളെ നവീകരിക്കുന്നു. നിൻ്റെ അവകാശങ്ങൾ എൻ്റെ മേൽ പ്രയോഗിച്ചു കൊള്ളുക. ഞാൻ എന്നെ തന്നെ നിൻ്റെ സ്നേഹദൗത്യത്തിന് സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അതിൻ്റെ എല്ലാ കഴിവുകളെയും എൻ്റെ ആധ്യാത്മികവും ഭൗമികമായ എല്ലാ നന്മകളെയും സകല സൽകൃത്യങ്ങളെയും അവയുടെ യോഗ്യതകളെയും നിനക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യത്തിലും ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി അങ്ങ് അവയെ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേകൈശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ.
പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃത ജപം. സ്വർഗരാജ്ഞിയായ മറിയമേ, ഞങ്ങളെ സ്വർഗീയഭാഗ്യത്തിന് അർഹരാക്കണമേ. മെയ് മാസപ്പൂവേൻ സ്വർഗം ചാർത്തിയൊരഴകേ,